ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ മടിയാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാനിപ്പം വീഡിയോ എടുക്കാതെ ലോങ് വീഡിയോ എടുക്കാത്തത്. അതാണെങ്കിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. 5 വർഷമായി. എല്ലാവരുടെയും ലൈഫിലത്തെ പോലെ തന്നെ ഇണക്കങ്ങളും പിണക്കങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഇടകലർന്നിട്ടുള്ള ഒരു 5 വർഷമായിരുന്നു നമ്മുടേതും. വെഡിങ് ആനിവേഴ്സറി ആയിട്ട് നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നല്ല ചൂട് ചപ്പാത്തിയും ഫുൽക്ക എന്നാണ് പറയുന്നത്. അതും ക്യാബേജിൻ്റെ സബ്ജി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് രണ്ടും നൈസ് കോംബോ ആണ്. കൂടെ പഴവും ഉണ്ട്, പിന്നെ വെള്ളം, പ്ലേറ്റ് അതൊക്കെ ഇരിപ്പുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിയൊക്കെ കഴിഞ്ഞ് സിമുക്കുട്ടിക്ക് മരുന്ന് കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ മരുന്ന് കൊടുത്തപ്പോൾ ഞാനിങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിലെ മരമൊക്കെ കോതാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് നമ്മൾ ഇതേപോലെ ചായ ഇട്ട് കൊടുക്കണം. അപ്പം ചായ ഇടുന്നതിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പം നമ്മുടെ ലുട്ടാപ്പി, നമ്മുടെ പട്ടിക്ക് ഇതേപോലെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം 2 ചപ്പാത്തി എടുത്ത് അവന് എത്ര ചപ്പാത്തി കിട്ടിയാലും അവൻ കഴിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കുമ്പോൾ അവന് കൊടുക്കും. പക്ഷേ വേറെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല അവന് ചപ്പാത്തി മാത്രം അവന് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ 2 ചപ്പാത്തി എടുത്തതായി ഇതേപോലെ പീസ് ആക്കിയിട്ടുണ്ട്. ചൂടൊന്നുമില്ല, അവന് കൊണ്ട് കൊടുക്കാം. ഇതായിരിക്കുന്നു, കഴിച്ചോളൂ കേട്ടോ. അപ്പം നമ്മൾ നിൽക്കുന്നുണ്ട്. ഇനി ഇവനെ ഒന്ന് കുളിപ്പിക്കുകയൊക്കെ ചെയ്യണം. കൊച്ചൊരു പരിവമായി ഇല്ലേടാ. പെട്ടെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് കഴിച്ചേ. നല്ല വെയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടോട്ട് വെച്ചേക്കാം കേട്ടോ, അടച്ച് വെച്ചേക്കാം. അമ്മയും പപ്പയും പച്ചക്കറി മേടിക്കാൻ പോയായിരുന്നു. പോയിട്ട് വന്നപ്പോഴാണെങ്കിൽ കുഞ്ഞാവ് അത് കണ്ടു. അങ്ങനെ അവൾ അങ്ങോട്ട് ഓടിപ്പോവാണ്. കാരണം എവിടെ പോയിട്ട് വന്നാലും എന്തെങ്കിലുമൊക്കെ അവൾക്ക് തിന്നാൻ മേടിച്ചുകൊണ്ട് കൊടുക്കും. അപ്പം കണ്ട സന്തോഷത്തിലുള്ള ഓടി അങ്ങോട്ട് പോകുമായിരുന്നു. പിന്നെ ഉച്ചക്കലത്തെ ഞങ്ങളുടെ കുക്കിങ്ങൊക്കെ കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയായിരുന്നു. തേട് കറിയും നെത്തോലി ഫ്രൈയും ചീനി വേവിച്ചതും പിന്നെ ചോറുമായിരുന്നു. ആയതുകൊണ്ട് പപ്പയാണെങ്കിൽ ചിക്കൻ ബിരിയാണി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരാഴ്ച മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനുണ്ടാക്കാം, സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ ചിക്കൻ ബിരിയാണി ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കൻ ബിരിയാണിയൊക്കെ റെഡിയായി. പപ്പ ഇപ്പം കടയിലോട്ട് പോയി. അപ്പം നൈറ്റ് പപ്പ വരുമ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് ഫുഡ് കഴിക്കും. അപ്പോൾ ഇനി എന്താ പറയാനുള്ള ബ്രഹ്മസലി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിക്കാൻ വേണ്ടി ബ്രഹ്മസലി മാത്രമേ കഴിക്കുന്നുള്ളൂ. ബിരിയാണി നമ്മൾ നൈറ്റ് കഴിക്കുന്നതായിരിക്കും. എൻ്റെ അമ്മയും പപ്പയും എടുത്തും പറഞ്ഞായിരുന്നു വെഡിങ് ആനിവേഴ്സറി അല്ലേ, വീട്ടിലോട്ട് വരണേന്ന് പറഞ്ഞായിരുന്നു. അപ്പം എന്താ പറയുക, വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഓണത്തിന് വരാമെന്ന് പറഞ്ഞു. കാരണം അമ്മയ്ക്കും പപ്പയ്ക്കും ജോലിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ പശുവൊക്കെ ഉണ്ട് വീട്ടിൽ, അതുകൊണ്ട് വരാൻ പറ്റിയില്ല. സോ അതുകൊണ്ട് നമ്മൾ സർപ്രൈസായിട്ട് വീട്ടിൽ പോയിട്ട് ബിരിയാണി കൊടുക്കാമെന്ന് വിചാരിച്ചത്. അമ്മയാണെങ്കിൽ ബ്രഹ്മസലി കുടിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ പര വീഡിയോ എടുത്ത് പുറത്ത് വെക്കുമായിരുന്നു. സോ നമുക്ക് പോയി ബ്രഹ്മസലി കുടിക്കാം ഗൈസ്. ഇതാണ് പപ്പയാക്കിയ ബിരിയാണി. ഇതിൻ്റെ പാതി ഇതാ ഇതിനകത്തുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. അമ്മ ഗേറ്റ് തുറന്നു തരാൻ വേണ്ടിയിട്ട് പോയിക്കോട്ടോ. നമ്മുടെ ഇത് മുള്ളുരുക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ മരവും പിന്നെ തേക്ക് ഫുള്ള് കോതി. തേക്കിനി വെട്ടാൻ വേണ്ടി പോവാണ്. ഇപ്പം വെട്ടുന്നില്ല, ഇനി എന്നാ വെട്ടുന്നതെന്ന് അറിയത്തില്ല. മരം എല്ലാം കോതി ഒതുക്കിയിട്ടുണ്ട്. പിന്നെ തേങ്ങയൊക്കെ അടത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് തേങ്ങ ഇവിടെയൊക്കെ ഉണ്ട് തേങ്ങ, ഇനി പറക്കിയിടണം. നമ്മുടെ ചീനി ഇത്രയൊക്കെ ആയോ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതാണ് അമ്മയുടെ ഗാർഡൻ കേട്ടോ. ശരിക്കും ചെടികളൊക്കെ ഉണ്ട് കണ്ടോ. ഇത് റംബൂട്ടാൻ മരമാണ്. ഇത്രയായിട്ടുണ്ട്. എനിക്ക് ചെടിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പുളി ഇത് എൻ്റെ കൂട്ടുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ട് നട്ടതായിരുന്നു. ഇപ്പം എന്താ ഇത്രയായി. കൂക്കു ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഉണ്ട്. ഇവിടെ നിർത്തിയതെല്ലാം അമ്മ ഇതേപോലെ പിഴിച്ചിങ്ങോട്ട് നട്ടയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വലതുകാൽ വെച്ച് അകത്തോട്ട് കയറുകയാണ്. സെമിനാച്ചിൻ്റെ കുഞ്ഞാകെ കയറി കേട്ടോ ഓൾറെഡി. ഇതാണ് എൻ്റെ ഒരേ ഒരു ആങ്ങള. ശരണം ഒരു ഹായ് പറയടാ. ഒരു ഹായ് പറയടാ.
ഇല്ല ഇവിടെ, പപ്പ ഓട്ടോ ഓട്ടിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ സ്റ്റാൻഡിൽ നിന്ന് കണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. സോ അമ്മ ഇവിടെ ഉണ്ട്. ഓ അതിട്ടില്ലടാ, അത് എഡിറ്റൊക്കെ ചെയ്യണം. ഓ പാടാ. കഴിഞ്ഞ് വന്നേ ഉള്ളായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പോയി കുളിച്ച് ഫ്രഷ്. സർപ്രൈസ് വിസിറ്റിംഗ് ആയതുകൊണ്ട് അമ്മയാണെങ്കിൽ ഷെറിൻ്റെ കയ്യിൽ പൈസ കൊടുത്ത് വിടുകയാണ് എന്തെങ്കിലും പലഹാരം മേടിക്കാൻ. നീ നടന്നാ പോന്നേ? എന്നാ അമ്മയാണെങ്കിൽ ഫോണിൽ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ ഒരു കറുത്ത പശു പ്രസവിച്ചു എന്ന്. അപ്പം അതിനെ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു കുട്ടി കേട്ടോ, കാണിച്ചു തരാം. വേണ്ടേ, നല്ല കുഞ്ഞു നോക്ക്. പാഷൻ ഫ്രൂട്ട് കേട്ടോ. കുഞ്ഞിയാണെങ്കിൽ അമ്മ കണ്ടപ്പോഴേ അമ്മയുടെ അക്ഷക്കിളിയായിട്ട് അങ്ങ് മാറി. അങ്ങനെ അവളെ എടുത്തുകൊണ്ട് അമ്മ ചായ ഇടുന്ന തത്രപ്പാടിലായിരുന്നു. അമ്മ ഇതേപോലെ വെള്ളം ഒഴിച്ച് പിന്നെ തേയിലയിട്ട് അത് തിളച്ചതിന് ശേഷമാണ് പാലൊഴിക്കുന്നത് കേട്ടോ. ഞാൻ വേറെ രീതിയിലാണ് ചായ ഇടുന്നത്. അങ്ങനെ കുറച്ച് പലഹാരങ്ങളൊക്കെ കൊണ്ട് വെച്ചു. പിന്നെ അമ്മ കുറേ സാധനങ്ങളൊക്കെ തന്ന് വിട്ട് കൊണ്ടുപോകുന്നു പറഞ്ഞതൊക്കെ പാക്കാക്കി പോവാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഒരു 7:30 ആയപ്പോൾ വീട്ടിൽ വന്നു കേട്ടോ. പിന്നെന്താണ്, നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം ഗൈസ്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഇപ്പം റൂമിലോട്ട് വന്നു. ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങണം, കുഞ്ഞാവെ ഉറക്കണം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ നിൽക്കുക നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.